Hi everyone, let's continue our discussion. So we have learned about conduction. Conduction is a method of charging a conductor in which an uncharged conductor becomes charged due to the contact of another charged body. അപ്പോൾ ഒരു കോണ്ടാക്റ്റ് വേണം, ഒരു ചാർജ്ഡ് ബോഡിയുടെ കോണ്ടാക്റ്റിലൂടെ ഒരു അൺചാർജ്ഡ് കണ്ടക്ടർ ചാർജ്ഡ് ആവുന്ന പ്രോസസ്സാണ് കണ്ടക്ഷൻ. ഞാനിപ്പോൾ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ചാർജ്ഡ് ബോഡി കൊണ്ടുവരികയാണ്. ഈ അൺചാർജ്ഡ് സ്പിയർ ഇതൊരു കണ്ടക്റ്റിംഗ് സ്പിയർ ആണെന്ന് വെച്ചു. അപ്പോൾ ഇതിപ്പോൾ കോണ്ടാക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ടച്ച് ചെയ്തുകൊണ്ട് ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഇറങ്ങി വരും. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം കൊണ്ടുവരുന്ന ഈ ചാർജ്ഡ് ബോഡിയിൽ ഏറ്റവും ആദ്യം 100 കൂളോം ചാർജ് ഉണ്ടായിരുന്നെന്ന് വെച്ചു. ചാർജിൻ്റെ SI യൂണിറ്റ് എന്ത് കൂളോമാണ്. അപ്പോൾ 100 കൂളോം ചാർജ് ഉണ്ടായിരുന്നെന്ന് വെച്ചു. 100 കൂളോം ചാർജ് ഉണ്ടായിരുന്ന ബോഡിയാണ് ഞാൻ കൊണ്ടുവന്നത്. ഈ അൺചാർജ്ഡ് ബോഡിയിലോട്ട് കുറേ ചാർജ് കിട്ടി, കുറേ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോയി. അപ്പോൾ ഇവൻ്റെ ചാർജ് കുറഞ്ഞു. ഇതൊരു 50 കൂളോം ആയി എന്ന് വെച്ചു. ഇവൻ 50 കൂളോം ചാർജ് കിട്ടിയെന്ന് വെച്ചു. അതായത് ഞാൻ കൊണ്ടുവന്ന ചാർജ്ഡ് ബോഡിയിൽ ഏറ്റവും ആദ്യം ചാർജ് ചെയ്യിപ്പിക്കുന്നതിന് മുന്നേ 100 കൂളോം ഉണ്ടായിരുന്നു. ചാർജ് ചെയ്യിപ്പിച്ചതിന് ശേഷം 50 കൂളോമേ ഉള്ളൂ. അതായത് ഈ ചാർജ്ഡ് ബോഡി കൊണ്ട് ഞാൻ ഇനി അടുത്ത ബോഡിയെ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും ചാർജ് കുറയും. ഈ 50 കൂളോം എന്നുള്ളത് വീണ്ടും കുറഞ്ഞ് 25 കൂളോം ആയി എന്ന് വെച്ചു. അപ്പോൾ എന്ത് പറ്റുന്നുണ്ട്, ഞാൻ കൊണ്ടുവന്ന ചാർജ്ഡ് ബോഡിയുടെ ചാർജ് കുറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ കൊണ്ടുവന്ന ബോഡിയുടെ ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ കുറേ സ്പിയേഴ്സിനെ ഇങ്ങനെ ചാർജ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും എൻ്റെ ചാർജ്ഡ് ബോഡിയിലെ ചാർജ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ചാർജ് കുറയാതെ, എൻ്റെ ചാർജ്ഡ് ബോഡിയിലെ ചാർജ് ഒട്ടും തന്നെ കുറയാതെ എനിക്ക് എങ്ങനെ ചാർജ് ചെയ്തെടുക്കാം? അതിനുവേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്ത മെത്തേഡാണ് ഇൻഡക്ഷൻ. അപ്പോൾ ഇൻഡക്ഷൻ എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി നമ്മൾ നോക്കണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എർത്തിനെ ഇലക്ട്രോൺ ബാങ്ക് എന്ന് വിളിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പിയർ ഉണ്ട്. ആ സ്പിയറിനെ ഞാനൊരു കോപ്പർ വയർ ഉപയോഗിച്ച് നമ്മുടെ എർത്തുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ എർത്ത് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഇവൻ പോസിറ്റീവ്ലി ചാർജ്ഡ്, അതായത് ഇലക്ട്രോൺ ഒന്നും ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ എർത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇലക്ട്രോണിന് ഇവന് ഡൊണേറ്റ് ചെയ്യും. എർത്ത് ഇലക്ട്രോണിന് ഇവന് ഡൊണേറ്റ് ചെയ്യും. അതായത് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുമ്പോൾ ഇവൻ്റെ ഒരു പോസിറ്റീവ് ചാർജ് ക്യാൻസൽ ചെയ്ത് പോകും. 2 ഇലക്ട്രോണാണ് ഇങ്ങോട്ട് മുകളിലോട്ട് കയറി വരുന്നെങ്കിൽ 2 പോസിറ്റീവ് ചാർജ് ക്യാൻസൽ ചെയ്യും. അതായത് ആർക്കാണോ ഇലക്ട്രോണിൻ്റെ കുറവുള്ളത് അയാൾക്ക് എർത്ത് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ലോൺ കൊടുക്കും പോലെ ഇലക്ട്രോണിനെ കൊടുക്കാൻ എർത്ത് തയ്യാറാണ്. ഇനി ഞാനൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പിയറാണ് എടുക്കുന്നത്. ആ സ്പിയറിനെയാണ് കോപ്പർ വയർ ഉപയോഗിച്ച് എർത്തുമായിട്ട് കണക്ട് ചെയ്തത്. ഇപ്പോൾ ഈ ഒരു സിനാരിയോയിൽ എർത്ത് നോക്കുമ്പോഴത്തേക്കും ഈ സ്പിയറിന് എന്തുണ്ട്, ഇലക്ട്രോൺസ് ഒരുപാടുണ്ട്. ഇലക്ട്രോൺസ് എക്സസ് ആയിട്ടുണ്ട്. എക്സസ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ എർത്ത് അങ്ങ് സ്വീകരിച്ചുള്ളൂ. അതായത് ഇവിടെയാണ് ഇപ്പോൾ ചാർജ് കൂടുതൽ, ഈ ഒരു നെഗറ്റീവ്, അതായത് ഇലക്ട്രോൺസ് കൂടുതൽ നിൽക്കുന്ന അവസ്ഥ. അപ്പോൾ ആ ഇലക്ട്രോണിനെ, എക്സസ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ എർത്ത് സ്വീകരിച്ചുള്ളൂ. അതായത് ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും ഇലക്ട്രോണിൻ്റെ കുറവുണ്ടെങ്കിൽ എർത്ത് ഇലക്ട്രോൺ കൊടുത്തോളും. ആർക്കെങ്കിലും ഇലക്ട്രോണിൻ്റെ കൂടുതലുണ്ടെങ്കിൽ ആ കൂടുതലുള്ള ഇലക്ട്രോണിനെ എർത്തിന് കൊടുത്താൽ എർത്ത് കൊണ്ടുപോയിക്കോളും. അപ്പോൾ ഇതൊരു ബാങ്ക് പോലെ, അതായത് ലോൺ കൊടുക്കുന്ന പോലെ, പൈസ ലോൺ കൊടുക്കുന്ന പോലെ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. ഇനി ഡെപ്പോസിറ്റായിട്ട് പൈസ സ്വീകരിക്കുന്ന പോലെ ഇലക്ട്രോൺസിനെ സ്വീകരിച്ചോളും. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടാണ് എർത്തിനെ ഇലക്ട്രോൺ ബാങ്ക് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട്, എർത്തിങ് നമ്മൾ വീട്ടിലേക്ക് കണക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും എർത്തിങ് കൊടുക്കാറുണ്ട്. എന്തിനാണ് ഈ എർത്തിങ് വയർ ഉപയോഗിക്കുന്നത്? അതായത് നമ്മുടെ ഡിവൈസിൽ എക്സസ് ആയിട്ട് കറണ്ട് വന്നിട്ട് നമ്മുടെ ഡിവൈസിന് കേടുവരുത്താണ്ട് ആ കറണ്ട് എർത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. സെയിം അതുപോലെ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് അവിടെയും നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ഇൻഡക്ഷൻ വഴി എങ്ങനെ ഒരു അൺചാർജ്ഡ് സ്പിയറിനെ ചാർജ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 5 സ്റ്റെപ്പിൽ ഈ അൺചാർജ്ഡ് സ്പിയറിനെ എങ്ങനെ ചാർജ് ചെയ്യാമെന്ന് കാണിക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ ഞാനൊരു മെറ്റൽ സ്പിയറിനെ, ഒരു കണ്ടക്റ്റിംഗ് സ്പിയറിനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവനെയാണ് നമുക്ക് ചാർജ് ചെയ്തെടുക്കേണ്ടത്. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ചാർജ്ഡ് ബോഡിയെ ഞാൻ ഇവൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ഞാൻ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ് കൊണ്ടുവന്നത്. ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയെ എൻ്റെ അൺചാർജ്ഡ് സ്പിയറിന് അടുത്തേക്ക് കൊണ്ടുവരും. ഈ അൺചാർജ്ഡ് സ്പിയർ കണ്ടക്ടറാണല്ലോ. കണ്ടക്ടറിൻ്റെ പ്രത്യേകത എന്താ? ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ചാർജ് നെഗറ്റീവ് ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ചാർജ് നെഗറ്റീവ്, നമ്മൾ കൊണ്ടുവന്ന ബോഡി പോസിറ്റീവ്. അപ്പോൾ ഇതിലുള്ള ഫ്രീ ഇലക്ട്രോൺസും ഈ പോസിറ്റീവും തമ്മിൽ എന്തായിരിക്കും? അട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ ആ ഫ്രീ ഇലക്ട്രോൺസ് ഈ പോസിറ്റീവ് ചാർജിനടുത്തേക്ക് വന്ന് നിൽക്കും. ഇതിലുണ്ടായിരുന്ന ഫ്രീ ഇലക്ട്രോൺസ്
ഈ പോസിറ്റീവ് ചാർജിനടുത്തേക്ക് വന്ന് നിൽക്കും. അപ്പോൾ ഈ സൈഡിലേക്ക് ഉണ്ടായിരുന്ന ഇലക്ട്രോൺസാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഇലക്ട്രോൺസിന് വിട്ടുകൊടുത്ത അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റ്. അപ്പോൾ ഇലക്ട്രോൺസിന് വിട്ടുകൊടുക്കുന്നവർക്ക് എന്ത് ചാർജ് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ ഇവിടേക്ക് പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്തതുപോലെ. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ബോഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ളൊരു ബോഡി. അപ്പോൾ ആ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി കാരണം ഇതിലുണ്ടായിരുന്ന ഇലക്ട്രോൺസൊക്കെ ഈ സൈഡിൽ വന്നിപ്പുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് പോസിറ്റീവുമായി, ഇലക്ട്രോൺസിന് വിട്ടുകൊടുത്ത എഫക്റ്റ് ആയതുകൊണ്ട് പോസിറ്റീവുമായി. ഇനി ഇവിടെ ഈ പോസിറ്റീവ് ഉള്ള സൈഡിൽ ഞാനൊരു മെറ്റൽ വയർ കണക്ട് ചെയ്യാണ്, ഒരു കോപ്പർ വയർ എർത്തുമായിട്ട് കണക്ട് ചെയ്യാണ്. ഇതാണ് എർത്തിങ്ങിൻ്റെ സിമ്പിൾ. അപ്പോൾ ഇങ്ങനെ എർത്ത് ചെയ്തേക്കുവാണ്. എർത്ത് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ പോസിറ്റീവ് ചാർജാണ്. എർത്ത് നോക്കുമ്പോൾ ഇവിടെ കുറേ പോസിറ്റീവ് ചാർജ്, അതായത് ഇലക്ട്രോണിൻ്റെ ഡെഫിഷ്യൻസി. അപ്പോൾ എർത്ത് വിചാരിക്കും പാവം കുറച്ച് ഇലക്ട്രോൺസിനെ കൊടുക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ കുറേ ഇലക്ട്രോൺസിനെ എർത്ത് ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഓരോ പോസിറ്റീവ് ചാർജിനെയും ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ കയറി വരുമ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ക്യാൻസലാവും, 2 ഇലക്ട്രോൺ കയറി വരുമ്പോൾ 2 പോസിറ്റീവ് ക്യാൻസലാവും. അങ്ങനെ ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് കയറി വന്ന് ഈ പോസിറ്റീവിനെ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. വിത്തിൻ സെക്കൻഡ്സ് ഇലക്ട്രോൺസ് കയറി വന്ന് ഈ പോസിറ്റീവ് ചാർജിനെ ക്യാൻസൽ ചെയ്യും. അതായത് നമ്മൾ കറണ്ട് പോയിട്ട് വരുമ്പോഴത്തേക്കും ലൈറ്റൊക്കെ പെട്ടെന്ന് കത്തും. എല്ലാ വീട്ടിലും ഒരുമിച്ച് കത്തുന്നത്. നമ്മുടെ വീട്ടിൽ ലൈറ്റ് കത്തി കുറേ സമയം കഴിഞ്ഞിട്ടാണോ അടുത്ത വീട്ടിൽ കത്തുന്നത്? അല്ലല്ലോ, പെട്ടെന്ന് തന്നെ ചാർജിന് എത്താൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ വിത്തിൻ സെക്കൻഡ്സ് ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് കയറി വന്ന് ഈ പോസിറ്റീവിനെ ക്യാൻസൽ ചെയ്തോളും. അപ്പോൾ ഈ എർത്തിങ് വയറിലൂടെ ഇലക്ട്രോൺസ് കയറി വന്ന് ഈ പോസിറ്റീവ് ചാർജിനെ ക്യാൻസൽ ചെയ്തു. ഇനി ഞാൻ ഈ എർത്തിങ് വയറങ്ങ് മാറ്റുകയാണ്. ഇവിടെ നമ്മുടെ കൊണ്ടുവന്ന പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയുണ്ട്, നമ്മൾ ആദ്യമേ കൊണ്ടുവന്ന ചാർജ്ഡ് ബോഡിയുണ്ട്. ഇവിടെ ഈ കണ്ടക്ടറിലെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഇങ്ങോട്ട് ഈ പോസിറ്റീവ് ചാർജുമായിട്ട് അട്രാക്ട് ചെയ്ത് നിൽക്കുന്ന ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ സൈഡിൽ പോസിറ്റീവ് ചാർജ് നേരത്തെ ഉണ്ടായിരുന്നു, ഇനിയില്ല. എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അവനെയാണ് എർത്തിങ് വഴി ഇലക്ട്രോൺസ് ഇങ്ങോട്ട് കയറി വന്ന് ക്യാൻസൽ ചെയ്തത്. ഇനി നമ്മൾ ആ എർത്തിങ് വയർ എടുത്ത് മാറ്റി. ആ സ്റ്റെപ്പാണ് ഈ കാണിച്ചേക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫൈനൽ സ്റ്റെപ്പിൽ ഞാൻ കൊണ്ടുവന്ന ഈ ചാർജ്ഡ് ബോഡിയെ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇലക്ട്രോൺസ് എല്ലാം അട്രാക്ട് ചെയ്ത് ഇവിടെ നിന്നത്. ഇവനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഈ ബോഡിയിൽ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സ്പിയറായിട്ട് നമ്മുടെ അൺചാർജ്ഡ് സ്പിയർ മാറും. അപ്പോൾ ആദ്യം മുതൽ പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ അൺചാർജ്ഡ് സ്പിയറിനെ ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ അൺചാർജ്ഡ് സ്പിയറിനടുത്തേക്ക് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയെ ഞാൻ കൊണ്ടുവരുന്നു. പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ അൺചാർജ്ഡ് സ്പിയർ ഒരു കണ്ടക്ടർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം ഈ പോസിറ്റീവ് ചാർജിനടുത്തേക്ക് വന്ന് നിൽക്കും. ഓപ്പോസിറ്റ് സൈഡിൽ പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്തതുപോലെ ആവും. ഇനി നമ്മൾ ആ പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്ത സൈഡിൽ ഒരു മെറ്റൽ വയർ ഉപയോഗിച്ച്, ഒരു കോപ്പർ വയർ ഉപയോഗിച്ച് എർത്തിങ് നടത്തുകയാണ്. അപ്പോൾ എർത്തിൽ നിന്ന് ഇലക്ട്രോൺസ്, എർത്ത് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഫുൾ പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ എർത്തിൽ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് കയറി വരും. ഓരോ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരുന്തോറും ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്കും നമ്മൾ എർത്തിങ് വയർ അങ്ങ് മാറ്റുന്നു. അതായത് ഇവിടുത്തെ എല്ലാ പോസിറ്റീവ് ചാർജിനെയും എർത്തിൽ നിന്ന് വന്ന ഇലക്ട്രോൺസ് ക്യാൻസൽ ചെയ്തു. ഇനി ഫൈനൽ സ്റ്റെപ്പിൽ നമ്മുടെ കൊണ്ടുവന്ന ചാർജ്ഡ് ബോഡി എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് എല്ലാം ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ നമ്മുടെ അൺചാർജ്ഡ് സ്പിയറിനെ ചാർജ് ചെയ്യിക്കാൻ പറ്റി. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്ന ബോഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയായിരുന്നു. എനിക്ക് കിട്ടിയത് എന്ത് ചാർജുള്ള ബോഡിയാണ്? നെഗറ്റീവ്ലി ചാർജുള്ള ബോഡിയാണ്. അപ്പോൾ ഇതുപോലെ എനിക്ക് നെഗറ്റീവും പോസിറ്റീവും ആക്കി എടുക്കാൻ പറ്റും. പോസിറ്റീവ് എങ്ങനെ ആക്കാമെന്ന് പറയാം. അപ്പോൾ നെഗറ്റീവ് ആക്കാൻ പറ്റും, പോസിറ്റീവ് ആക്കാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. കണ്ടക്ഷനിലാണെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ചാർജ്ഡ് ബോഡി ഏത് ചാർജാണോ ആ ചാർജായിരിക്കും നമ്മുടെ അൺചാർജ്ഡ് ബോഡിക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ ഉള്ള ഏറ്റവും വലിയ മേന്മ എന്തെന്ന് വെച്ചാൽ നോക്കി, ഞാൻ കൊണ്ടുവന്ന ബോഡിയിൽ നിന്ന്, ഇതായിരുന്നു ഞാൻ ഏറ്റവും ആദ്യം കൊണ്ടുവന്ന ബോഡി, ഈ ബോഡിയിൽ നിന്ന് ഒരു ചാർജ് പോലും, ഒരു സിംഗിൾ ചാർജ് പോലും നഷ്ടപ്പെടത്തില്ല. കാരണം ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ല. ഫിസിക്കൽ കോണ്ടാക്റ്റ് വന്നാൽ മാത്രമല്ലേ ചാർജ് നഷ്ടപ്പെടൂ. ഇവിടെ ഒരിടത്തും ഫിസിക്കൽ കോണ്ടാക്റ്റ് വരുത്തിയിട്ടില്ല. ഇവൻ്റെ പ്രസൻസിലാണ് ചാർജിങ് നടത്തിയേക്കുന്നത്. ഈ ബോഡിയുടെ പ്രസൻസിൽ നമ്മൾ എർത്തിൽ നിന്നാണ് ഇലക്ട്രോൺസ് സ്വീകരിക്കുകയും നഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ചാർജ്ഡ് ബോഡിയിൽ നിന്ന് ഒരു സിംഗിൾ ചാർജ് പോലും നഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ഈ ബോഡി ഉപയോഗിച്ച്, എൻ്റെ ഈ ചാർജ്ഡ് ബോഡി ഉപയോഗിച്ച് എനിക്ക് എത്ര ബോഡി വേണമെങ്കിലും ചാർജ് ചെയ്യാം. ഒരു സിംഗിൾ ചാർജ് പോലും നഷ്ടപ്പെടാതെ എത്ര ബോഡി വേണമെങ്കിലും ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇൻഡക്ഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടക്ഷനെ അപേക്ഷിച്ച് ഇൻഡക്ഷനാണ്
ബെസ്റ്റ് മെത്തേഡ്, അതായത് ചാർജിങ്ങിൻ്റെ ബെസ്റ്റ് മെത്തേഡ് നമുക്ക് ഇൻഡക്ഷൻ ആണെന്ന് പറയാം. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ പോസിറ്റീവ് ചാർജ്ഡ് ബോഡിയാണുള്ളതെങ്കിലും നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണുള്ളതെങ്കിലും നമുക്ക് ഏത് ബോഡി വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് പോസിറ്റീവ് ചാർജുള്ള ബോഡി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നെഗറ്റീവ് ചാർജുള്ള ബോഡിയും ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ കണ്ടക്ഷനിലായിരുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ ഏത് ചാർജുള്ള ബോഡിയാണോ ഉണ്ടായിരുന്നത് അതേ ചാർജുള്ള ബോഡിയെ നമുക്ക് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവന്ന ചാർജഡ് ബോഡിയിൽ നിന്ന് ഒരു സിംഗിൾ ചാർജ് പോലും നഷ്ടപ്പെടത്തില്ല. പക്ഷേ കണ്ടക്ഷനിലായിരുന്നെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ചാർജഡ് ബോഡിയുടെ ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ഒരുപാട് ബോഡിയെ കണ്ടക്ഷൻ വെച്ച് ചാർജ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, കാരണം ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ഒട്ടും തന്നെ ചാർജ് കുറയാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ, അതായത് ഇൻഫൈനൈറ്റ് നമ്പർ വേണമെങ്കിലും ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇൻഡക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, induction is a method of charging a conductor in which an uncharged body becomes charged due to the presence of another charged body. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രസൻസ് മാത്രമേ ഉള്ളൂ, കോണ്ടാക്റ്റ് ഇല്ല. കണ്ടക്ഷനിലാണെങ്കിൽ കോണ്ടാക്റ്റ് ആണ്. ഇപ്പോൾ ഇവിടെ പ്രസൻസ് മാത്രം, അതായത് ഒരു ചാർജ്ഡ് ബോഡിയുടെ പ്രസൻസിൽ ഒരു അൺചാർജ്ഡ് ബോഡിയെ ചാർജ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ഇൻഡക്ഷൻ. അപ്പോൾ നമുക്ക് ചാർജിങ് മെത്തേഡ് 3 എണ്ണമാണ് നമ്മളിപ്പോൾ നോക്കിയത്. 3 മെത്തേഡാണ്. ഒന്നാമത്തത് റബ്ബിങ്. റബ്ബിങ് നമുക്ക് ഏത് മെറ്റീരിയൽസിന്, ഏത് ടൈപ്പ് മെറ്റീരിയൽസിന് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാം? അതെ, നമുക്ക് ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യാനാണ് റബ്ബിങ് ഉപയോഗിക്കുന്നത്. കണ്ടക്ടേഴ്സിനെ ചാർജ് ചെയ്യാൻ നമ്മൾ 2 മെത്തേഡ് പഠിച്ചു. ഏതൊക്കെയാണ്? ഇൻഡക്ഷനും കണ്ടക്ഷനും പഠിച്ചു. അല്ല, ഈ ബെസ്റ്റ് മെത്തേഡ് ഏതായിരിക്കും? ഇൻഡക്ഷൻ ആയിരിക്കും. ഇൻഡക്ഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ പറഞ്ഞത്, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ഉണ്ടെങ്കിൽ എനിക്കൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയും ക്രിയേറ്റ് ചെയ്തെടുക്കാം, പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയും ക്രിയേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു മെത്തേഡാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇതിൽ എർത്തിങ് പോലും ആവശ്യമില്ല. ഫസ്റ്റ് എന്ന് വെച്ചാൽ എയും ബിയും 2 മെറ്റൽ സ്പിയേഴ്സാണ്. കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള 2 മെറ്റൽ സ്പിയേഴ്സ് 2 ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. ഈ എയും ബിയെയും പരസ്പരം ടച്ച് ചെയ്യത്തക്ക രീതിയിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഇതുപോലെ ടച്ച് ചെയ്തിരുന്ന എയും ബിയുടെ അടുത്ത് ഞാൻ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി കൊണ്ടുവരികയാണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി കൊണ്ടുവരുന്നു. അപ്പോൾ ഇവൻ്റെ പോസിറ്റീവ് കാരണം എയിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഇവൻ്റെ അടുത്തേക്ക് വരും. ഇവർ ടച്ച് ചെയ്തിരുന്ന കാരണം ബിയിലുള്ള ഫ്രീ ഇലക്ട്രോൺസിനും ഇതുവഴി ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പോൾ ബിയിലേക്കുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വന്ന കാരണം ഇവിടെ ഇലക്ട്രോൺസ് എല്ലാം നഷ്ടപ്പെട്ടതുപോലെ, അപ്പോൾ ഇവിടെ ഫുള്ള് പോസിറ്റീവ് ആയതുപോലെ. ഇനി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ഈ 2 ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡും കുറച്ച് ദൂരം മാറ്റി വെച്ചു. ഒരുപാട് ദൂരമല്ല, വളരെ കുറച്ച്, അതായത് ടച്ച് ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറ്റി. ടച്ച് ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറ്റുമ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഈ പോസിറ്റീവിനടുത്തേക്ക് ഈ ഫ്രീ ഇലക്ട്രോൺസ് വന്ന് നിൽക്കും. ഇവിടെ നേരത്തെ സെപ്പറേറ്റ് ചെയ്തിരുന്ന ഇലക്ട്രോൺസ്. ഇനി ഇവിടെ ഇലക്ട്രോൺസ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പോസിറ്റീവ് ഉള്ളതുപോലെ ഇവിടെ പോസിറ്റീവ് ഉള്ളത് കൊണ്ട് ഇവൻ്റെ ഈ ബി എന്ന സ്പിയറിൻ്റെ കുറച്ച് ഇലക്ട്രോൺസ് ഇവിടെ വന്ന് നിൽക്കും. അതായത് ഇവിടെ നിന്നായിരിക്കും ആ ഇലക്ട്രോൺസ് വീണ്ടും വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ സൈഡ് വീണ്ടും പോസിറ്റീവ് ആയതുപോലെ. ഇനി ഈ ചാർജഡ് ബോഡിയെ ഞാനങ്ങ് മാറ്റുകയാണ്. ചാർജഡ് ബോഡിയെ മാറ്റുമ്പോഴത്തേക്കും ഇവൻ്റെ ഇലക്ട്രോണും ഈ ബിയിലെ പോസിറ്റീവ് ചാർജും തമ്മിൽ അട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ എയിലെ ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം ഈ ബിയിലെ പോസിറ്റീവിനടുത്തേക്ക് വരാൻ ശ്രമിക്കും. തിരിച്ചും ഇവൻ്റെ പോസിറ്റീവ് എല്ലാം ഈ ഇലക്ട്രോണിനെ എങ്ങനെയെങ്കിലും അട്രാക്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അത് നിൽക്കും. ടച്ച് ചെയ്യാത്തതുകൊണ്ട് ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി പോകാൻ പറ്റത്തില്ല. ഇനി ഇവനെ ഞാൻ ഈ 2 ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡും നന്നായിട്ട് ദൂരത്തോട്ട് മാറ്റുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആരുമില്ല, അട്രാക്ട് ചെയ്യാൻ വേറെ ചാർജൊന്നും അടുത്തൊന്നുമില്ല. അപ്പോൾ ഫുള്ള് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കും. ബിയിലെ പോസിറ്റീവും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കും. ഇനി കണ്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും കൂടി. എൻ്റെ കയ്യിൽ ഒരു അൺചാർജ്ഡ് സ്പിയർ ഉണ്ടായിരുന്നു. ആ സ്പിയറിനെ ഞാൻ 100 കൂളോം പോസിറ്റീവ് ചാർജുള്ള ഒരു ബോഡി കൊണ്ട് ചാർജ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ചാർജ് ചെയ്യിപ്പിച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഈ ബോഡിക്ക് 50 കൂളോം ചാർജ് കിട്ടി. 50 കൂളോം പോസിറ്റീവ് ചാർജ് കിട്ടി. എൻ്റെ ചാർജ്ഡ് ബോഡിയിൽ നിന്ന് 50 കൂളോം ചാർജാണ് നഷ്ടപ്പെട്ടു പോയത്. 50 കൂളോം ചാർജ് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ 2 പേർക്കും 50 കൂളോം ചാർജ്. ഇനി ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ഇനി പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നില്ല. അതായത് ഈ 50 കൂളോം പോസിറ്റീവ് ചാർജ്, ഈ സ്പിയറിലുള്ള പോസിറ്റീവ് ചാർജ് ഇനി ഇങ്ങോട്ട് പോസിറ്റീവ് ചാർജ് വരണ്ട എന്ന് പറഞ്ഞ് റിപ്പൽ ചെയ്ത് നിൽക്കുകയാണ്. ഇങ്ങോട്ട് വരാനുള്ള പോസിറ്റീവ് ചാർജിനെല്ലാം റിപ്പൽ ചെയ്ത് നിൽക്കുകയാണ്. അതായത് ഒരു ചാർജിനെ പോലും ഇങ്ങോട്ട് ഇനി ഇവൻ കയറ്റുന്നില്ല. എനിക്ക് ഈ 50 കൂളോം ഉപയോഗിച്ച് എൻ്റെ ഈ സ്പിയറിൻ്റെ ചാർജിനെ കുറച്ചുകൂടി കൂട്ടണം. അതായത് ഈ 50 കൂളോം എന്നുള്ളത് ഒരു 60 കൂളോം ആക്കണം, അല്ലെങ്കിൽ ഒരു 70 കൂളോം ആക്കണം. അപ്പോൾ എന്തെങ്കിലും വഴിയുണ്ടോ? എൻ്റെ കയ്യിലുള്ളത് ഈ 50 കൂളോം ചാർജുള്ള ഈ ചാർജഡ് ബോഡിയുണ്ട്. ഈ ചാർജഡ് ബോഡിയിൽ നിന്ന് വീണ്ടും എങ്ങനെയെങ്കിലും ഈ സ്പിയറിലോട്ട് ചാർജിനെ കയറ്റണം. എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ട്. ഇപ്പോൾ 50 കൂളോമുള്ള ഈ സ്പിയറാണ്. ഈ സ്പിയറിൻ്റെ അടുത്തേക്ക് ഞാനൊരു നെഗറ്റീവ്ലി ചാർജ്ഡ്
ബോഡിയെ കൊണ്ടുവരും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയുടെ അടുത്തേക്ക് പോസിറ്റീവ് ചാർജുകൾ, ഇതിലുണ്ടായിരുന്ന 50 കൂളോം പോസിറ്റീവ് ചാർജ് ഈ നെഗറ്റീവിനടുത്തേക്ക് അട്രാക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഈ സൈഡ് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ചാർജൊന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു നെഗറ്റീവിൻ്റെ എഫക്റ്റ്. ഇനി എൻ്റെ കയ്യിലുണ്ടായിരുന്ന 50 കൂളോം ഉണ്ടായിരുന്ന, നേരത്തെ ഉണ്ടായിരുന്ന ചാർജ്ഡ് ബോഡി, 50 കൂളോം ഉണ്ടായിരുന്ന പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്ന ആ ബോഡി കൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ റിപ്പൽ ചെയ്യാൻ പോസിറ്റീവ് ചാർജ് ഇല്ല. ഇവിടെ വീണ്ടും പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്ത എഫക്റ്റ് ആവും. അതായത് ഇവൻ്റെ ചാർജ് വീണ്ടും കൂടും. 50 നിന്ന് ഒരു 60 കൂളോംബായി എന്ന് വെച്ചു. അപ്പോൾ ഈ ബോഡിയുടെ ചാർജ് കുറയും, 40 കൂളോംബായി. അപ്പോൾ ഇങ്ങനെ ഇൻഡക്ഷൻ പോലെ നമ്മൾ വേറൊരു ബോഡിയുടെ പ്രസൻസിൽ കണ്ടക്ഷൻ്റെ എഫക്റ്റ് വീണ്ടും നമുക്ക് കൂട്ടാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഇൻഡക്ഷനിൽ കണ്ട് ചാർജിനെ ഇൻഡ്യൂസ് ചെയ്ത്, അതായത് ഇല്ലാത്ത ചാർജിനെ അവിടെ ഇൻഡ്യൂസ് ചെയ്ത്, പുതുതായിട്ട് ചാർജിനെ ഇൻഡ്യൂസ് ചെയ്ത്, അതുകൊണ്ടാണ് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇതൊരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ക്ലാസ് റൂം, ഇതായിരുന്നു ആ ക്ലാസ് റൂമിലെ വാതിൽ, ഇതുവഴിയായിരുന്നു കുട്ടികൾ പ്രവേശിക്കുന്നത്. ഇങ്ങനെ ബെഞ്ചിൽ കുട്ടികൾ ഇരിക്കുകയാണ്. ബോയ്സ് ആണെന്ന് വെച്ചോ, ഒരു ബെഞ്ചിൽ 2 പേര് വെച്ചാണ് ഇരിക്കുന്നത്. ഒരു ബെഞ്ചിൽ 2 പേര് വെച്ചാണ്, അതായത് 3 പേര് വെച്ച് വേണമെങ്കിൽ ഇരിക്കാം. ഇപ്പോൾ പക്ഷേ അവന്മാർ ഇനി ബോയ്സിനെ ഒന്നും വരുത്തണ്ട, അവന്മാർക്ക് ഇരിക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഇവിടെ വിൻഡോ ഉണ്ട്. ഈ വിൻഡോയുടെ അടുത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറേ ഗേൾസിനെ കൊണ്ട് നിർത്തുവാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ബോയ്സ് എല്ലാം എന്ത് ചെയ്യും, ഈ ഗേൾസിനെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്ന് നിൽക്കും. അപ്പോൾ ഈ ബെഞ്ചിൽ ആരുമില്ല. അപ്പോഴത്തേക്കും ഇവന്മാരുടെ ശ്രദ്ധ മുഴുവൻ ഈ ഗേൾസിനടുത്താണ്. അപ്പോൾ ഞാൻ ഈ വാതിലിൽ കൂടെ വീണ്ടും ബോയ്സിനെ ഈ ക്ലാസ്സിലോട്ട് കയറ്റും. അപ്പോൾ വീണ്ടും ബോയ്സിനെ എനിക്ക് ഇവിടെ ഇരുത്താൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ ഈ ക്ലാസ്സിലകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഇവന്മാർ ഗേൾസിനെയൊക്കെ വിട്ട്, അല്ലെങ്കിൽ ഈ ഗേൾസിനെ ഞാൻ മാറ്റുമ്പോഴത്തേക്ക് ഇവന്മാരുടെ ശ്രദ്ധ വീണ്ടും തിരിച്ച് എന്നിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് നോക്കുമ്പോൾ ഇവിടെ ഓൾറെഡി ഓരോരുത്തർ വന്നിരിക്കുകയാണ്. പിന്നെ അവന്മാർക്കൊന്നും പറയാൻ പറ്റത്തില്ല, ഇവിടെ വന്നിരുന്നല്ലേ പറ്റൂ. അപ്പോൾ 3 പേര് വെച്ച് എടുക്കുക. ഏറ്റവും ആദ്യം ഇതുവഴി ഞാൻ കൊണ്ടുവരാൻ വെച്ചാൽ അവന്മാർ സമ്മതിക്കത്തില്ല, ഇവിടെ ഇനി സ്ഥലമില്ല, എടുത്താൻ പറ്റത്തില്ല എന്ന് പറയും.